വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസയിലെ ഇസ്രായേലി ആക്രമണം 11 മാസം പൂർത്തിയാകാനിരിക്കെ ഇസ്രായേൽ ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇന്നലെയും ഗസയിൽ നിരവധി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഗസയിലെ കൂട്ടക്കുരുതികൾക്കും ആക്രമണങ്ങൾക്കും സമാനമായ രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലൊന്നും തന്നെ ഇത്രയും വലിയ അതിക്രമം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയിട്ടില്ല. വെസ്റ്റ് ബാങ്കിലെ ടൂബാസിലും ജനീലിലും ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 10-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ ക്രൂര യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. 2002 ശേഷമുള്ള ഏറ്റവും വലിയ ഇതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. ജോർദാൻ വാലിയിലെ തുൽഖറാമിലും ജനീനിലുമാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഒപ്പം വലിയൊരു വിഭാഗം ഇസ്രായേലി സേനയുമുണ്ട്. ഫലസ്തീൻ ബ്രോഡ്കാസ്റ്റ് പറയുന്നത് ആംബുലൻസുകളെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന എന്നാണ്. ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശം എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും മാനിക്കാത്തതും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതുമാണ്. ഇസ്രായേൽ സൈന്യത്തിന് സാധാരണ മനുഷ്യരോ മെഡിക്കൽ വർക്കേഴ്സോ ആംബുലൻസ് ഒന്നോ വ്യത്യാസമില്ല. ഉന്മൂലന പ്രക്രിയയിൽ വിവേചനരഹിതമായി അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മാസത്തിലധികം ഗസയിൽ കാണിച്ച എല്ലാ ക്രൂരതയും അവരിപ്പോൾ വെസ്റ്റ് ബാങ്കിലും ആവർത്തിക്കുകയാണ്. ഫലസ്തീൻ പോരാളികൾ പറയുന്നു അവർ ഇസ്രായേലി ബുൾഡോസറുകൾ ആക്രമിച്ചുവെന്ന്. എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികളുടെ മരണസംഖ്യ ക്രമാതീതമായി ഉയരുകയാണ്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഫലസ്തീനികളെ പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഗസയിലെ ഇസ്രായേൽ യുദ്ധത്തിന് സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ അധിനിവേശ ഗസയിൽ അതിന്റെ യുദ്ധം വ്യാപിപ്പിക്കാൻ പോകുന്നുവെന്നാണ്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തെ വല്ലാതെ ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട്. പക്ഷേ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജീവിക്കുന്ന ഫലസ്തീനികൾക്ക് ഇത് തീരെ അത്ഭുതമായി തോന്നുന്നില്ലതാണ്. കാരണം ഒക്ടോബർ 7 ശേഷം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഫലസ്തീൻ ദേശീയവാദ സംരംഭത്തിന്റെ സെക്രട്ടറി ജനറൽ പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ യുദ്ധം ചെയ്തും ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചും ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നാണ്. ഇത് നീതീകരിക്കാനാവുന്നതല്ല. വെസ്റ്റ് ബാങ്കിലേത് വലിയൊരു സൈനിക നടപടിയാണ്. ഇത് യുദ്ധമല്ലാതെ മറ്റൊന്നുമല്ല. അത് വെസ്റ്റ് ബാങ്കിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇവിടെ നിരവധി കമ്മ്യൂണിറ്റികളെയും വില്ലേജുകളെയും ആക്രമിക്കുകയും ജനങ്ങളെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലോകം മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട്. വെസ്റ്റ് ബാങ്ക് ഒരു അധിനിവേശ പ്രദേശമാണ്. അത് ഇസ്രായേലിന്റെ ഭൂമിയല്ല. ഇസ്രായേലി മിലിറ്ററി ആക്രമണത്തിലൂടെ അധികാരം സ്ഥാപിച്ചെടുത്തതാണ്. 1957 മുതൽ ഞങ്ങൾ ഇസ്രായേലി മിലിറ്ററിയുടെ അധിനിവേശത്തിന്റെ കീഴിലാണ്. ഇപ്പോൾ അവർ ഫലസ്തീനികളുടെ മേൽ ആക്രമണം അഴിച്ചുവിടുകയും അധിനിവേശം നടത്തുകയുമാണ് ചെയ്യുന്നത്. ഇതെല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ്. ഒരു അധിനിവേശ ശക്തിക്ക് ഞങ്ങളെ എങ്ങനെ ഭരിക്കാനാവും? അവർ ഞങ്ങളെ ആക്രമിക്കുന്നു. ആയുധങ്ങളും സൈനികരെയും ഉപയോഗിച്ച് ഞങ്ങളെ അവർ അമർച്ച ചെയ്യുന്നു. ഞങ്ങൾക്ക് നേരെ ബുൾഡോസർ ഉപയോഗിക്കുന്നു. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് വംശഹത്യയും എത്നിക് ക്ലെൻസിംഗുമാണ്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം ഇസ്രായേലി ഫാസിസ്റ്റ് ഗവൺമെന്റും അനധികൃത കുടിയേറ്റക്കാരുമാണ് നടത്തുന്നത്. അവരുടെ ലക്ഷ്യം ഈ പ്രദേശത്തെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുക വഴി ഫലസ്തീനികളെ അവിടെ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് അവർക്കെതിരെ നിലകൊണ്ടേ മതിയാകൂ. ഞങ്ങൾക്ക് അവർക്കെതിരെ ഉറച്ചു നിൽക്കുക തന്നെ വേണം. ഞങ്ങൾക്ക് അവർക്കെതിരെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് ഉപേക്ഷിച്ചു പോകാനാവില്ല. മാത്രമല്ല ഇസ്രായേലിന് വിധേയരായി വിശപ്പിന്റെയും വിവേചനത്തിന്റെയും സമ്പ്രദായത്തിന്റെ അടിമകളാകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ഭയാനകമായ അടിച്ചമർത്തലിനെതിരെ പൊരുതുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ വംശശക്തിക്കെതിരെ പ്രതിരോധിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. അതേസമയം ഇസ്രായേലി സെറ്റിലേഴ്സിനെ സഹായിക്കുന്ന ചില സംഘടനകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇതിൽ യേശോമറിയോസ് എന്ന NGO സംഘടന ഒന്നാമതാണ്. അമേരിക്ക പറയുന്നത് ഇവർ ഫണ്ടുകൾ ശേഖരിച്ച് സെറ്റിലേഴ്സിനെ സഹായിക്കുകയും ഫലസ്തീനികളുടെ മേൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നതിന് അത് കാരണമാവുകയും ചെയ്യുന്നുവെന്നാണ്. അമേരിക്കയുടെ നടപടി വെറും ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതാണ്. അങ്ങനെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നുവെങ്കിൽ അത് അനധികൃത കുടിയേറ്റക്കാരെയോ അവരെ സഹായിക്കുന്ന ഗ്രൂപ്പുകളെയോ അല്ല. ഗസയെയും വെസ്റ്റ് ബാങ്കിനെയും തച്ചുടച്ചില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ 40,000-ലധികം വരുന്ന സാധാരണ മനുഷ്യരെ കുഴിച്ചുമൂടിയ ഇസ്രായേൽ എന്ന നരഭോജികളുടെ രാജ്യത്തെയാണ് വിലക്കേണ്ടത്, ഉപരോധിക്കേണ്ടത്. അവർക്ക് നേരെ വിരൽ ചൂടാൻ മടിക്കുന്ന അമേരിക്ക എന്ത് ചെയ്താലും ലോകത്തിന് ബോധ്യമാകില്ല.
മാത്രമല്ല, ഇസ്രായേലിന് വർദ്ധിച്ച തോതിൽ സൈനിക സഹായവും ആയുധ സഹായവും നൽകുന്ന അമേരിക്കയെയാണ് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഉപരോധിക്കേണ്ടതും തോൽപ്പിക്കേണ്ടതും. ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒരു ജേർണലിസ്റ്റും അദ്ദേഹത്തിന്റെ സഹോദരിയും അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അവരുടെ വീട്ടിൽ കൊല്ലപ്പെട്ടു. ഇന്നലെയും 50ഓളം വരുന്ന ഫലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ആശുപത്രികൾ വേണ്ടത്ര മരുന്നോ മെഡിക്കൽ സംവിധാനങ്ങളോ രോഗികൾക്കും പരിക്ക് പറ്റിയവർക്കും ആവശ്യമായ സ്ഥല സൗകര്യങ്ങളോ കണ്ടെത്താൻ കഴിയാതെ ആളുകൾ അങ്ങേയറ്റം പ്രയാസപ്പെടുകയാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു. ഇവിടെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ആശുപത്രി സെൻട്രൽ ഗസയിലെ അൽ ഔദ ആശുപത്രിയാണ്. 100 കണക്കിന് പരിക്ക് പറ്റിയവരാണ് ഓരോ ദിവസവും അവിടെ കൊണ്ടുവരുന്നത്. ആശുപത്രിയുടെ കപ്പാസിറ്റിയുടെ 30 ഇരട്ടിയിലധികം രോഗികളാണ് അവിടെയുള്ളത്. ഇത്രയും പേർക്ക് നിലയിലുള്ള ചികിത്സ ലഭിക്കുക അസാധ്യമാണ്. ഇത്രയും പേർക്ക് നിലയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതേസമയം ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തിന്റെ റേഞ്ച് വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗസയും ലെബനനും വിട്ട് കൂടുതൽ ആക്രമണങ്ങൾ സിറിയയിലും വെസ്റ്റ് ബാങ്കിലും നടത്തുകയാണ് ഇപ്പോൾ. സിറിയയുടെയും ലെബനന്റെയും ബോർഡറിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. സിറിയൻ അധികാരികൾ പറയുന്നത് ഡമാസ്കസിനും ബൈറൂത്തിനും ഇടയിലുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാറിനെയാണ് ഡ്രോൺ ആക്രമിച്ചതെന്നാണ്. ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3 ഫലസ്തീൻ ഫൈറ്റേഴ്സും ഒരു ഹിസ്ബുള്ള മെമ്പറുമാണ്. ഇസ്രായേലി സൈന്യം പറയുന്നത് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫാരിസ് കാസിം ഇറാനിയൻ പിന്തുണയുള്ള ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിലെ ഒരു പ്രധാനിയാണെന്നാണ്. ഇസ്രായേൽ ഇങ്ങനെ കൂടി പറയുന്നു. ലെബനനിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഫലസ്തീനിൽ നിന്നും ഹമാസിന്റെ പ്രവർത്തകരെ ഹിസ്ബുള്ളയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്നാണ്. മറ്റ് 3 ഇസ്ലാമിക് ജിഹാദി മിലിഷ്യകളും സിറിയയിൽ നിന്നും ലെബനനിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നാണ്. എന്നാൽ സിറിയൻ സെക്യൂരിറ്റി വിഭാഗം പറയുന്നത് കാറിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഉണ്ടായിരുന്നില്ലെന്നാണ്. അതേസമയം ഒരു പ്രാദേശിക സിറിയൻ ഉദ്യോഗസ്ഥനായ അബ്ദു അൽതാക്കി പറഞ്ഞത് ബൈറൂത്തിനും ഡമാസ്കസിനും ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കാറിനെ ഇസ്രായേൽ ഡ്രോൺ ആക്രമിക്കുകയായിരുന്നുവെന്നാണ്. ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ് മറ്റ് സായുധ വിഭാഗങ്ങളും സദൺ ലെബനനിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ ഇറാന്റെയും സിറിയയുടെയും ഗവൺമെന്റുമായി നല്ല ബന്ധമാണുള്ളത്. അതേസമയം ഇസ്രായേൽ ഓരോ അയൽപ്രദേശങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലയെ കൂടുതൽ സംഘർഷ കലുഷിതമാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അങ്ങനെ ആ മേഖലയിലെ ആധിപത്യം സ്ഥാപിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.